അവസാന കാലത്ത് സുഖലോലുപരായ ആളുകള് ഹദീസിനെ നിഷേധിക്കുന്ന കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലെ, ചില ഹദീസൊക്കെ കേട്ടാല് മലയാളിമാര് പറയാ ഒക്കെ ഹദീസൊക്കെ അങ്ങനെ എടുക്കാണോ? ഒരു മലയാളി ചോറ് വെച്ചിട്ട് കയ്യുമ്മ മുഴുവൻ പറ്റി ഇങ്ങനെക്കുക. എന്തെങ്ങൾ കൈ നക്കാത്തത്? റസൂലുള്ള പഠിപ്പിച്ചല്ലേ. ഇപ്പം മലയാളി പറയാ എന്നോട്, സലാഹി അതൊരു അലഞ്ഞ സുന്നത്തല്ലേ. നോക്കണങ്ങള്, ഒരലന്ന സുന്നത്തല്ലേ. അതുപോലെ ഇടത്തെ കയ്യേറ്റ് വെള്ളം കുടിക്കണോള് ചില മൗലൈമാരെന്നെ കുടിച്ചാളും സുല്ലമികളും മദരികളും ഒക്കെ നിങ്ങൾ ഇടത്തെ കയ്യേറ്റുള്ള കുടിക്കണെന്ന് പറഞ്ഞ ഹേയ് ഇനി അങ്ങനെ കൊടുത്തിട്ടില്ല സപ്പോർട്ട്. എന്നാ നബിക്ക് അങ്ങനെ പറഞ്ഞാ പറയാം. അതിന്റെ ഭാഷ നബിക്ക് അറിയില്ലേ? ഇടത്തെ കയ്യേറ്റ് പിടിച്ചിട്ട് വലത്തെ കൈ സപ്പോർട്ട് കൊടുക്കണം. അതിന്റെ ഭാഷ നബിക്ക് അറിയായിട്ടാ? എവിടുന്ന് അവരൊക്കെ ദീന് പഠിച്ചത്? അള്ളാന്റെ റസൂലിന്റെ വാക്കെന്താ? നിങ്ങളിൽ ഒരാളും ഇടത് കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. പിശാചാകുന്നു ഇടത് കൈകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും. ഇനി ഗ്ലാസും എച്ചിലാവൂലേ? എന്റെ പ്ലേറ്റിലോ വായിലോ ചുണ്ടുമ്മലോ അതൊന്നും കുഴപ്പമില്ലല്ലേ? അപ്പുറത്ത് ശങ്കറില്ലേ, അപ്പുറത്ത് ജോസഫില്ലേ, അതന്നെ എന്റെ ഒക്കെ കുഴപ്പം. എനിക്ക് മുസ്ലിമാന്ന് പറയാൻ മടിയാ. പേര് കേട്ടാ മുസ്ലിമാന്ന് അറിയരുത്, മോന്ത കണ്ടാ മുസ്ലിമാന്ന് അറിയരുത്, ഡ്രസ്സ് കണ്ടാ മുസ്ലിമാന്ന് അറിയരുത്. അങ്ങനെയപ്പോ ഇസ്ലാമാ പേരും. എന്തിനത്ര ഇടങ്ങേറായി ഇതിൽ നിൽക്കണത്? ഉമർ മൗലവി പറഞ്ഞ മാതിരി മുസ്ലിം ആയോട്ട് ജീവിക്കൂല, കാഫർ അതോട് സമ്മതിക്കൂല. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്.